إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين وإنهم ليصدونهم عن السبيل ويحسبون أنهم مهتدون حتى إذا جاءنا قال يا ليت بيني وبينك بعد المشرقين فبئس القرين ولن ينفعكم اليوم إذ ظلمتم أنكم في العذاب مشتركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും ആജ്ഞാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും മുറുകെ പിടിച്ചുകൊണ്ട് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരിച്ചു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭൗതികമായ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും വിലങ്ങുതടിയായി നിൽക്കുന്നവരായ ആളുകളോട് പൊതുവെ എതിർപ്പും ശത്രുതയും ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ നിലയിൽ വസ്തുതാപരമായോ അല്ലാതെയോ എത്രയോ മനുഷ്യന്മാര് പരസ്പരം ഇഷ്ടക്കേടിൽ കഴിയുന്നതായി നമുക്ക് കാണാൻ പറ്റും. എല്ലാം ദുനിയവിയായ ആവശ്യങ്ങളുടെ പേരിൽ അത് നടപ്പാക്കുന്ന വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് നമുക്ക് മറ്റവൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ധാരണയോ തെറ്റിദ്ധാരണയോ വസ്തുതയോ ഒക്കെയാകാം. എന്നാൽ ഈ പറയുന്ന ശത്രുതക്ക് അപ്പുറത്ത് ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരിയായ ശത്രു ആരാണ് എന്ന് ചോദിച്ചാൽ അവന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും ആ ലക്ഷ്യം നിറവേറുന്ന കാര്യത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവൻ ആരോ അവനായിരിക്കും. മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഈ ദുനിയാവിലുള്ള ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് തീരും. മരണം സംഭവിക്കാനുണ്ട്, മരണാനന്തരം ബർസഖിയായ ജീവിതമുണ്ട്, അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പുണ്ട്, പിന്നെ അവസാനിക്കാത്ത അന്ത്യമില്ലാത്ത ഒരു ജീവിതം നമുക്ക് വരാനുണ്ട്. ആ ജീവിതത്തിൽ ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, രണ്ടാലൊരു വഴി മാത്രമേ മനുഷ്യന്റെ മുമ്പിൽ ഉണ്ടാകൂ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെത്തണം എന്നതാണ് അവന്റെ ആഗ്രഹം. അവന്റെ ആത്യന്തികമായ ജീവിതത്തിന്റെ ലക്ഷ്യവും അതായിരിക്കണം. ഈ ലക്ഷ്യത്തിന് എതിരായി നിൽക്കുന്നവനാരോ അവനാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ ശത്രു. അത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടു തരം ശത്രുക്കളെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, പ്രത്യക്ഷമായി നമ്മൾക്ക് കാണാൻ പറ്റുന്ന പല ആളുകളും ദീനിന്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടി ശരിയായ വിശ്വാസപരമായ കാര്യങ്ങളിൽ നിന്നും അനുഷ്ഠാന രീതികളിൽ നിന്നും വഴിതെറ്റിക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരായ ആളുകൾ, അവരെ നമുക്ക് തൽക്കാലം അവിടെ മാറ്റി നിർത്താം. രണ്ടാമതൊരു വിഭാഗമുണ്ട്, മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത,
മനുഷ്യന്റെ ജീവിതത്തിൽ നിരന്തരം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൊടിയ ശത്രു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ. തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാകുന്നു. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ, നിങ്ങളുടെ ശത്രുവാകുന്നു അവൻ. അതുകൊണ്ട് ഫത്തഖിദൂഹു അദുവ്വാ, അവനെ നിങ്ങൾ ശത്രുവായിട്ട് എടുക്കണം. ശൈത്താനാകുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രു. ആ ശത്രുവിനെ ഒരു കാരണത്താലും നിങ്ങൾ മിത്രമായി, സ്നേഹിതനായി, നമ്മുടെ സംരക്ഷകനായി എടുക്കാൻ പാടില്ല. അവനെ നിങ്ങൾ കൊടിയ ശത്രുവായിട്ട് എടുക്കണം. കാരണം ഇന്നമാ യദ്ഉ ഹിസ്ബഹു, അവൻ അവന്റെ ഹിസ്ബിനെ, അവന്റെ കക്ഷിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, കത്തിയാളുന്ന നരകത്തിന്റെ ആളുകളായി അവരെ ആക്കാൻ വേണ്ടിയാണ്. അപ്പൊ മനുഷ്യനെ പിശാച് കത്തിയാളുന്ന നരകത്തിലേക്ക് എത്തിക്കലാകുന്നു ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ശൈത്താൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശൈത്താന്റെ വലയിൽ നിങ്ങൾ പെടാൻ പാടില്ല. അവനെ ശത്രുവായിട്ട് നിങ്ങൾ എടുക്കണം. അവൻ നിങ്ങളുടെ കൊടിയ ശത്രുവാകുന്നു എന്ന് ഖുർആൻ പറയുന്നു. അപ്പോ നമ്മൾ ഏറ്റവും വലിയ ശത്രുവായി കാണേണ്ടത് ആരാണ്? നമ്മുടെ സ്വർഗത്തെ തടയുന്നവനായ ശൈത്താനെയാണ്. ഇതിനെ സംബന്ധിച്ച് എത്രമാത്രമാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്? അത് അങ്ങേയറ്റം ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രത്യക്ഷമായ ശത്രുവിനേക്കാൾ കൂടുതൽ പരോക്ഷമായി നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുവിനെയാണ് നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടത്. കാരണം അവൻ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ശൈത്താന്റെ ഔലിയാക്കന്മാരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇന്ന കൈദ ശൈത്താൻ, തീർച്ചയായും ശൈത്താന്റെ കൈദ് എന്ന് പറയുന്നത്, അവന്റെ കുതന്ത്രങ്ങൾ എന്ന് പറയുന്നത് കാന ലഈഫ, തീർച്ചയായും ദുർബലമാണ്. ദുർബലമായ കുതന്ത്രങ്ങൾ മാത്രമാണ് ശൈത്താന്റെ കയ്യിൽ ഉള്ളത് എങ്കിലും ആ ശൈത്താന്റെ ഔലിയാക്കന്മാരായ ആളുകൾ അതിലാണ് പെട്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശൈത്താന്റെ ഔലിയാക്കന്മാരോട് യുദ്ധം ചെയ്യുക. ശൈത്താനോട് മാത്രമല്ല, ശൈത്താന്റെ അവകാശികളായ ശൈത്താനിയത്ത് വാദിച്ചു കൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും ശരി, അവരോട് ശത്രുതാപരമായ നിലപാട് നിങ്ങൾ ചെയ്യണം. അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് ഖുർആൻ പറയുന്നു. വീണ്ടും ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ലാ തത്തബിയൂ ഖുത്വാതി ശൈത്താൻ, ശൈത്താന്റെ കാലടിപ്പാടുകൾ നിങ്ങൾ പിൻപറ്റരുത് കേട്ടോ. അപ്പൊ ശൈത്താനുണ്ട്, ശൈത്താൻ പോയ വഴിയുണ്ട്, ശൈത്താൻ കൊണ്ടുപോകുന്ന വഴിയുണ്ട്. ആ വഴി, അവന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത് കേട്ടോ. വമൻ യത്തബിഅ ഖുത്വാതി ശൈത്താൻ, ആരാണോ ശൈത്താന്റെ കാലടിപ്പാടുകളെ പിൻപറ്റുന്നതെങ്കിൽ ഫഇന്നഹു, തീർച്ചയായും അവൻ യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, അവൻ ഒരിക്കലും നന്മ ചെയ്യാനല്ല പ്രേരിപ്പിക്കുന്നത്. അവൻ നമ്മളിൽ ഫഹിസ, വൃത്തികേടുകളും തോന്നിവാസങ്ങളും ഉണ്ടാകാൻ വേണ്ടിയാകുന്നു കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ തിന്മ ചെയ്യണം, ഈ തിന്മ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് നിങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശൈത്താന്റെ വഴിയല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അത് നിങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്ന് ഖുർആൻ നമ്മളോട് പറയാണ്. അപ്പൊ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സംഗതിയെ സംബന്ധിച്ച് ഇത്രയും ഗൗരവത്തിൽ നമ്മളോട് എന്തിനാണ് ഉപദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൽ തന്നെ ഉണ്ട് അതിന്റെ ഗൗരവം എത്രമാത്രമുണ്ട് എന്നത്. അത് അങ്ങേയറ്റം ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരും ഇല്ല കേട്ടോ, ഇല്ലാ വഖദ് വക്കില ബിഹി ഖരീനുഹു മിനൽ ജിന്ന, ജിന്നുവർഗത്തിൽപ്പെട്ട ഒരു കൂട്ടുകാരനെ അവനെ ഏൽപ്പിച്ചിട്ടല്ലാതെ ഏതൊരു മനുഷ്യന്റെ കൂടെയും ആരുണ്ട്? അവന്റെ കൂട്ടുകാരനായി, ഒരു ഖരീനായിക്കൊണ്ട് ജിന്നിൽപ്പെട്ട ഒരു ശൈത്താനുണ്ട്. ഓരോ മനുഷ്യന്റെ കൂട്ടത്തിലും അതുണ്ട്. മലക്കിൽപ്പെട്ട ഒരു ഖരീനുമുണ്ട്, ജിന്നിൽപ്പെട്ട ഒരു ഖരീനുമുണ്ട്. വഖാലു, അപ്പൊ സഹാബത്ത് ചോദിച്ചു, വഇയ്യാക യാ റസൂലല്ലാഹ്, അത് അങ്ങയുടെ കൂടെയുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണല്ലോ, എല്ലാ മനുഷ്യന്മാരുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോ അങ്ങയുടെ കൂടെ ഉണ്ടോ ശൈത്താൻ? അപ്പൊ റസൂല് പറഞ്ഞു, ഖാല വഇയ്യായ, എന്നോട് കൂടിയും ഒരു ഖരീനുണ്ട്. പക്ഷേ ആ ഖരീനൊരു വ്യത്യാസം എന്താണ്? ഇല്ലാ അന്നല്ലാഹ ആനനി അലൈ, ആ ഖരീനിന് എതിരെയായി അല്ലാഹു തആല എന്നെ സഹായിച്ചിട്ടുണ്ട്. ഫഅസ്ലമ, എന്റെ കൂട്ടത്തിലെ ശൈത്താനാകുന്ന ഖരീന് അസ്ലമ, ഓ വിശ്വാസിയായിട്ടുണ്ട്. അപ്പൊ ശൈത്താന്മാര് എന്ന് പറഞ്ഞാൽ ഭൂതവർഗത്തിൽപ്പെട്ടവർ മനുഷ്യനെ പോലെ തന്നെ ആരാണ്? അള്ളാഹുവിന്റെ കൽപ്പന ബാധകമാകുന്ന മുസ്ലിമീങ്ങളും കാഫിരീങ്ങളും ഉള്ളൊരു കൂട്ടമാണ്. മനുഷ്യനെ പോലെ തന്നെ ഒരു വർഗമാകുന്നു അവർ. എന്റെ കൂട്ടത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആ ഖരീൻ മുസ്ലിമായിരിക്കുന്നു. ഫലായ ഉമുറുനി
ഇല്ലാ ബിഖൈർ, എന്നോട് അവൻ ഖൈറായ കാര്യമല്ലാതെ കൽപ്പിക്കൂല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഖാസായിട്ടുള്ളൊരു സംഗതിയാണ്. വേറൊരു മനുഷ്യന് ഇത് ബാധകമല്ല. എല്ലാ ഓരോ മനുഷ്യന്റെ കൂട്ടത്തിലും അവനൊരു കരീനായി ചില ആളുകളെ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്റെ കൂട്ടത്തിലും മനുഷ്യന്മാരൊപ്പവും ഒരു കരീനായ ശൈത്താനുണ്ട്. ആ ശൈത്താൻ എന്താ പണി? നമ്മളെ നന്മയിലേക്ക് നയിക്കലല്ല, നമ്മളെ തിന്മയിലേക്ക് നയിക്കലാകുന്നു അവന്റെ പണി. അതെന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്? ആ കരീനങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അവന്റെ വലയിൽ പെട്ടുപോകരുത്, അവൻ നിങ്ങളെ തടയാൻ വേണ്ടി നടക്കുന്നവനാണ്, അവന്റെ വലയിൽ നിങ്ങൾ പെട്ടുപോകരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആ കരീനിൽ നിന്ന്, ആ കരീന്റെ ദുർബോധനത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക? വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയാണ്, വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ വഇന്നഹും ലയസുദ്ദൂന അനിസ് സബീലി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. വമൻ യഅശു അൻ ദിക്രിർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ എവിടെയാണോ ഇല്ലാതായിത്തീരുന്നത്, ആ കാര്യത്തിൽ ആർക്കാണോ അന്ധത വരുന്നത്, വമൻ യഅശു, ആരാണോ അന്ധനായിത്തീരുന്നത്, അന്ധത നടിക്കുന്നത്, എന്തിൽ നിന്ന്? അൻ ദിക്രിർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയെ കുറിച്ച് ആരാണോ അശ്രദ്ധമായി തീരുന്നത്, അതിൽ ആരാണോ അന്ധനായി തീരുന്നത് എങ്കിൽ നുഖയ്യിദ് ലഹു ശൈത്താനൻ, അവനു വേണ്ടി നാം ഒരു ശൈത്താനെ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നു. ഫഹുവ ലഹു ഖരീൻ, അവൻ അവന്റെ കൂട്ടുകാരനായിരിക്കും. അപ്പൊ ദിക്ർ എവിടെയാണോ ഇല്ലാതാകുന്നത് അപ്പോഴാണ് ആ ഖരീനായ ശൈത്താന്റെ ആധിപത്യം മനുഷ്യനുണ്ടാകുന്നത് എന്നാണ്. എവിടെയാണോ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമ്മൾക്ക് ഇല്ലാതെ പോകുന്നത്, ആ സ്മരണ ഇല്ലാത്ത സ്ഥലത്ത് അവന്റെ കൂടെയുള്ള ഈ ഖരീനായ ശൈത്താന്റെ ആധിപത്യം അവനിൽ ഉണ്ടാകുന്നു. അവൻ എന്താ ചെയ്യുന്നത്? വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ, നേരായ മാർഗത്തിൽ നിന്നും അവർ, ആ ഖരീനുകൾ അവരെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവർ നേരായ പാതയിലാകുന്നു എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഏറ്റവും വലിയ അപകടകരമായ കാര്യം. നമ്മൾ പോകുന്ന വഴി ശരിയാകുന്നു എന്ന് ഒരു ദുർമാർഗിക്ക് തോന്നുക, അതിനേക്കാളും വലിയൊരു അപകടമല്ല. ശൈത്താൻ എന്താ ചെയ്യുന്നത്? നീ ചെയ്യുന്നതൊക്കെ ശരിയാകുന്നു, നീ നല്ല മാർഗത്തിലാകുന്നു, ശിർക്ക് ചെയ്യുന്നവനെയും ബിദഅത്ത് ചെയ്യിപ്പിക്കുന്നവനെയും എല്ലാ തോന്നിവാസങ്ങളിലെയും വഴിയെ പോകുന്നവനെയും ഒക്കെ ഇത് പറഞ്ഞ് ആശ്വസിപ്പിച്ച് നീ യഥാർത്ഥത്തിലുള്ള വഴിയിലാകുന്നു എന്ന തെറ്റിദ്ധാരണ അവനുണ്ടാക്കുകയാണ് ഈ ഖരീനായ ആള് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളെയും ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ ഹാജരാകും ഈ ഖരീനായ ആള്. ഹത്താ ഇദാ ജാഅന, ഏതൊരു ഖരീനാണോ നിയോഗിക്കപ്പെട്ടവനായ വ്യക്തി നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോ ഹത്താ ഇദാ ജാഅന, നമ്മുടെ അരികിലേക്ക് അവൻ വന്നാൽ ഖാല, അപ്പൊ അവൻ പറയും, എന്താ പറയുന്നത്? യാ ലൈത ബൈനി വബൈനക ബുഅദൽ മശ്രിഖൈൻ, നിന്റെയും എന്റെയും ഇടയിൽ ഉദയാസ്തമനങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിലുള്ള അകലമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനെ. അപ്പൊ അത്രത്തിൽ അടുപ്പത്തിലാണ് ആര്? ഓരോ മനുഷ്യന്റെ കൂട്ടത്തിലുള്ള ശൈത്താനാകുന്ന ഖരീനും മനുഷ്യനോട് അടുത്തു നിൽക്കുന്നതാണ്. അവനോട് ചങ്ങാത്തം സ്ഥാപിച്ചിരിക്കുന്നു, അവൻ പറയുന്നതനുസരിച്ച് ജീവിച്ചു പോകുന്നു. അങ്ങനെ അന്തിമമായി നരകത്തിൽ ചെന്ന് ചാടുന്ന സമയത്താകുന്നു ഇയാള് പറയുന്നത്, എന്റെയും നിന്റെയും ഇടയിൽ ഉദയാസ്തമനങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഫബീസൽ ഖരീൻ, നീ എത്ര മോശപ്പെട്ട ചങ്ങാതിയാണ്. അപ്പൊ ഏറ്റവും വലിയ വലാലത്തിന്റെ ആള് നമ്മളോട് ഏറ്റവും വലിയ ചങ്ങാതിയായി വന്നുകൂടി നരകത്തിലേക്ക് മനുഷ്യനെ വീഴ്ത്തുന്നതിന് വേണ്ടിയുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മളോട് എന്തിനാ പറഞ്ഞു തരുന്നത്? ആ ശൈത്താനെയും ആ ഖരീനെയും നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വലയം ഫഅകും അൽയൗം, ആ സമയത്ത് അല്ലാഹു തആല അവരോട് പറയും, വലയം ഫഅകും, അവർക്ക് ഉപകാരം ചെയ്യുകയില്ല. അൽയൗം, ഇന്നേ ദിവസത്തിൽ, അന്നക്കും, തീർച്ചയായും നിങ്ങളൊക്കെ, ഈ ശൈത്താനായ ഖരീനാകട്ടെ, ആ ഖരീന്റെ ദുർബോധനത്തിന് വിധേയമായ മനുഷ്യനാകട്ടെ,
രണ്ടു കൂട്ടരും അക്രമത്തിലാണ്. ഓൻ പറഞ്ഞിട്ടാ ഞാൻ ചെയ്ത്, ഓൻ പറഞ്ഞിട്ടാ ഞാൻ ചെയ്ത് ഒന്നും പറയേണ്ടയില്ല. രണ്ടു കൂട്ടരും അക്രമം ചെയ്തിരിക്കുന്നു. അന്നേ ദിവസം ഉപകാരപ്പെടുകയില്ല. അന്നക്കും ഫിൽ അദാബി മുസ്തരികൂൻ. ഈ പറയുന്ന കരീന്റെ ഉത്ബോധനം കേട്ട് വഴിവെച്ചു പോയിട്ടുള്ള ഈ വ്യക്തിയും രണ്ടു കൂട്ടർക്കും തുല്യമായ ശിക്ഷയാണ് ആ ദിവസത്തിൽ അവിടെ കിട്ടാനുള്ളത് എന്ന വിവരം ആ സമയത്ത് അവർ കിട്ടിയിട്ട് യാതൊരു പ്രയോജനവും കിട്ടാനില്ല. എന്ന് വെച്ചാൽ ആ അറിവ് കിട്ടേണ്ട സമയത്ത് കിട്ടുകയും അതിന്റെ മുന്നറിയിപ്പുകൾ മുൻകൂട്ടി സ്വീകരിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ബലാഇന്റെ ലോകത്ത് അഥവാ ദുനിയവിയായ ജീവിതത്തിൽ വെച്ച് സ്വീകരിക്കുകയും ചെയ്തവന് മാത്രമേ രക്ഷയുള്ളൂ എന്ന കാര്യം നമ്മെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കരീന്റെ കാര്യം ഖുർആനിൽ വേറെയും പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഖാഫിലൂടെ അല്ലാഹു തആല പറയുന്ന അൽ ഖിയാ ഫീ ജഹന്നം, നരകത്തിലേക്ക് നീ അവനെ ഇടുക. മലക്കുകളുടെ കൽപ്പനയാണ്. കുല്ല കഫാരിൻ അനീദ്, എല്ലാ നിഷേധികളും ധിക്കാരികളുമായവരായ ആളുകളെ. അപ്പൊ നിഷേധമുണ്ട്, ധിക്കാരമുണ്ട്, ഓലാണ് നരകത്തിലേക്ക് ചാടുന്നത്. പിന്നെയോ മന്നാഇൽ ലിൽ ഖൈർ മുഅ്തദിൻ മുരീബ്, ഖൈറായ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കുക, നന്മയെ മുടക്കുന്നവരാവുക. അതാണ് ഇവർക്ക് പറ്റിയത്. മുഅ്തദിൻ മുരീബ്, അവൻ അതിക്രമകാരിയാണ്, സംശയാലുവാണ്, ആളെ സംശയത്തിൽ അകപ്പെടുത്തുക. ഈ പറയുന്ന വിശേഷണങ്ങൾ ഉള്ളവരെ നരകത്തിലേക്ക് കൊണ്ടുപോയി എറിയൂ എന്ന് പറയും. അല്ലദീ, ഇവൻ ആരാണ്? ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിനോടൊപ്പം മറ്റ് ആരാധ്യന്മാരെ ഉണ്ടാക്കിയവനാണ്. ലോകത്തിൽ സംഭവിക്കാൻ പറ്റുന്ന ഏറ്റവും ഗുരുതരമായ തെറ്റെന്താ? അള്ളാഹുവിന്റെ കൂടെ മറ്റ് ഇലാഹുകളുണ്ടെന്ന് വിശ്വസിക്കുക. അങ്ങനെയുള്ള ഒരു തിന്മ ഇവനിലേക്ക് ഉണ്ടാക്കിയവനാണ്. ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്, അതുകൊണ്ട് അങ്ങേറ്റം കഠിനമായ ശിക്ഷയിലേക്ക് നീ അവരെ കൊണ്ടുപോയിടുക. ഖാല ഖരീനുഹു, അപ്പൊ അവന്റെ കരീന് പറയുന്ന, അവന്റെ കരീനായ ശൈത്താൻ അപ്പൊ പറയും, എന്താ പറയുന്നത്? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, മാ തഗൈതുഹു, ഞാൻ അവനെ വഴികേടിലാക്കിയിട്ടില്ലട്ടോ. കയ്യൊഴിയും. പരലോകത്ത് വെച്ച് നമ്മുടെ ദുനിയാവിൽ സഹായികളായി നിൽക്കുന്ന എല്ലാവരും കയ്യൊഴിയും. ആ കൂട്ടത്തിൽ മനുഷ്യന്റെ കരീനായ ശൈത്താൻ ആദ്യം കയ്യൊഴിയുന്നില്ല. റബ്ബനാ മാ തഗൈതുഹു, ഇതൊക്കെ ചെയ്ത ഇവനാണ്, എല്ലാം ഉണ്ടാക്കിയത് ഈ കരീനായ ആളാണ്. പക്ഷെ അവിടെ എത്തി അവൻ പറയാ മാ തഗൈതുഹു, ഞാൻ അവനെ യാതൊരു ഉപദ്രവവും ഏൽപ്പിച്ചിട്ടില്ല, ഞാൻ വഴികേടിലാക്കിയില്ല. വലാകിൻ, പക്ഷേ കാന ഫീ ളലാലിൻ മുബീൻ, അവൻ വ്യക്തമായ വഴികേടിലായിരുന്നു. അവൻ സ്വയം വഴികേടിലായതാണെന്നല്ലാതെ ഞാൻ അവനെ വഴികേടിലാക്കിയിട്ടില്ല എന്ന് അവന്റെ കരീന്, ദുനിയാവിൽ അവന്റെ കരീനായ ശൈത്താൻ പറയും. അപ്പൊ അല്ലാഹു തആല കൊടുക്കുന്ന മറുപടി എന്താ? ഖാല ലാ തഖ്തസിബൂ ലദയ്യ, എന്റെ അടുക്കൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ തർക്കിക്കാൻ നിൽക്കണ്ട. വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ടെന്നും ഇവിടെ ഇങ്ങനെ ശിക്ഷയുടെ ദിവസമുണ്ട് എന്നുള്ള കാര്യം മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. കരീനായ ശൈത്താനും കൊടുത്തിട്ടുണ്ട്, ആരുടെ ഖറാനത്ത് സ്വീകരിച്ചവനായ മനുഷ്യനാണോ ഓനും അത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന് തർക്കിക്കണ്ട എന്ന് അല്ലാഹു തആല അവിടെ വെച്ച് ഈ മനുഷ്യനോട് പറയുന്ന. അപ്പൊ ഇതൊക്കെ എന്തിനാ നമ്മളോട് പറഞ്ഞിരുന്നത്? നമ്മൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് മഹാഭൂരിപക്ഷം മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ എന്താണ് ഈ പറയണേ? ദുനിയാവിൽ മനുഷ്യൻ അനുഭവമല്ലാത്ത കുറെ വികൃതമായ ആശയങ്ങളാണ്, അല്ലെങ്കിൽ പൊട്ടപ്പോയത്തങ്ങളാണ്, അന്ധവിശ്വാസങ്ങളാണ് എന്നൊരു പക്ഷേ തോന്നിയേക്കാം. പക്ഷെ അങ്ങനെ തോന്നുന്നവരായ ആൾക്കാർക്ക് തോന്നുക എന്നല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. ഇത് അല്ലാമുൽ ഗുയൂബായ, മനുഷ്യനെ അറിയുന്ന, ഈ ലോകത്തെ അറിയുന്ന, ഇതിനപ്പുറത്ത് കാര്യങ്ങളെ അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള താക്കീതാണ്. ആ താക്കീത് നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവിടെ പോയാൽ ഉണ്ടാകുന്ന അനുഭവം വളരെ ഗുരുതരമായിരിക്കും. അപ്പൊ ഇത്തരം ഖുർആനാവുകളെ നമ്മൾ സൂക്ഷിക്കുക. ശൈത്താന്മാരുടെ കൂട്ടത്തിലുണ്ട്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആല പറയുന്നു, വഖയ്യദ്നാ ലഹും ഖുർആനാ, അവർക്ക് നാം ചില കൂട്ടുകാരെ, ചില ആത്മമിത്രങ്ങളെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫസയ്യനൂ ലഹും മാ ബൈന ഐദീഹിം, അവരുടെ പണി എന്താ? ഈ ഖുർആനാവുകളായ ആത്മമിത്രങ്ങളായി കൂടെ കൂടുന്ന ഈ ചങ്ങാതിമാരുടെ പണി എന്താ? ഈ ദുനിയവിയായ കാര്യങ്ങളും വരാനുള്ള കാര്യങ്ങളെ കുറിച്ചും അവർക്ക് നല്ല അലങ്കാരം ഉണ്ടാക്കി കൊടുക്കാം, മനസ്സിൽ നല്ല അലങ്കാരം ഉണ്ടാക്കി കൊടുക്കാം. ഫസയ്യനൂ ലഹും മാ ബൈന ഐദീഹിം, അവരുടെ അരികിലുള്ളതിനെ അലങ്കാരമാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പണ്ഡിതന്മാർ പറയുന്നു, യുസയ്യിനൂന ലഹും അൽ ഖബീഹ, ദുനിയവിയായ ജീവിതത്തിൽ അങ്ങേയറ്റം മോശപ്പെട്ട കാര്യങ്ങളെ നല്ലതാണെന്ന് പറയാ. മിനൽ അഅമാലി ദുനിയ,
അല്ലതീ യഈസൂന ഫിഹാ, അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിൽ വൃത്തികെട്ട കുറെ കാര്യങ്ങളുണ്ട്, നല്ല കുറെ കാര്യങ്ങളുണ്ട്. അതിൽ വളരെ ഖബീഹായ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് എന്ന് കാണിച്ചു തരാം. അത് അവന്റെ പണി. അപ്പൊ ഞാൻ ചെയ്യുന്ന ഏറ്റവും കൊടിയ ഒരു തിന്മ അത് നല്ലതാണ് എന്ന് എന്റെ മനസ്സിലിങ്ങനെ തോന്നിയാലോ ഞാൻ ഒരിക്കലും രക്ഷപ്പെടൂല. പല കാര്യങ്ങൾ നമ്മുടെ ദുനിയാവിൽ ദീനിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പല കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ന്യായീകരിക്കുന്നവരായ മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ പലിശ ഉപയോഗിക്കുന്നവരായ ആളുകൾ അതിന് ന്യായം പറയും, ഇതൊന്നും ഇപ്പൊ അന്നത്തെ പലിശ അല്ല എന്ന് വേണമെങ്കിൽ പറയും. മദ്യപാനം ശീലിക്കുന്നവരായ ആളുകൾ, ഇതൊന്നും റസൂലുള്ളാഹിന്റെ കാലത്ത് പറഞ്ഞിട്ടുള്ള സാധനമല്ല, ഇത് ഇന്നത്തെ കാലത്തേക്ക് പറഞ്ഞ് വേറെ ചില കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് ഖബീഹാണ് എന്ന് ഖുർആൻ വ്യക്തമായും പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതാണ് നല്ലതാണ് എന്ന് അലങ്കാരത്തിൽ കാണിച്ചു കൊടുക്കുക. അതാ ദുനിയവിയായ കാര്യങ്ങൾ അലങ്കാരം എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തതോ കമാ യുസയ്യിനൂന ലഹും ഇൻകാറ മാ യതഅല്ലഖു ബിമാ ഖൽഫഹും മിൻ ഉമൂരിൽ ആഖിറ, മരിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതെന്താണ്? ബഅസ്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഹിസാബ്, കണക്ക് നോട്ടമുണ്ട്, അള്ളാഹുവിന്റെ വിചാരണയുണ്ട്, ജസാ, അവന്റെ പ്രതിഫലം സ്വർഗവും നരകവും നൽകലുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് പോയി കിട്ടുന്ന അതിനെ കുറിച്ച് ഇവനെന്താ പറയാ? അതൊന്നും ഇപ്പൊ ഉണ്ടാവും സംഭവമല്ലാന്ന്, അതിലൊന്നും വിശ്വസിക്കാൻ എങ്ങനെയാ നമുക്ക് പറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ കരീനും ശൈത്താന്മാരും വന്ന് അതിനെ കളവാക്കാനുള്ള പണിയാ പറയാ. അതൊരു അലങ്കാരമാണ്. അങ്ങനെ ലോകത്ത് എല്ലാ തിന്മ ചെയ്യുന്നവരായ ആളുകൾക്കും ആ തിന്മയോട് മാനസികമായ ആഭിമുഖ്യം ഉണ്ടായിക്കൊണ്ട് തന്നെ ചെയ്യുന്നത്. അതിന്റെ ഉത്തരവാദി ആരാണ്? ഇതൊക്കെ അലങ്കൃതമാക്കിക്കൊണ്ട് മനുഷ്യനെ കാണിച്ചു കൊടുക്കുന്നവരായ ഇത്തരം മനുഷ്യന്റെ കണ്ണിൽപ്പെടാത്ത അദൃശ്യങ്ങളായ ഈ ശൈത്താന്മാരുടെ പണിയാകുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഇതിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി അല്ലാഹു തആല ഇറക്കിയില്ലേ. ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരായ ആളുകൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നത് പഠിപ്പിക്കാൻ 2 സൂറത്ത് ഈ വിഷയത്തിൽ അല്ലാഹു തആല ഇറക്കിയില്ലേ. അത് നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കണം എന്ന് നിസ്കരിച്ചിട്ടില്ലേ. അതൊക്കെ എന്തിനു വേണ്ടി പറഞ്ഞതാണ്? ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മനുഷ്യന്മാരുടെ റബ്ബായ അല്ലാഹുവിൽ ഞാനിതാ അഭയം തേടുന്നു. ഖുൽ അഊദു, അഭയം തേടി ചെല്ലുക. മലിക്കിന്നാസ്, മനുഷ്യന്മാരുടെ രാജാതിരാജനായ അല്ലാഹുവിൽ ഇതാ ഞാനിതാ അഭയം തേടി വരുന്നു. ഇലാഹിന്നാസ്, മനുഷ്യന്റെ ആരാധ്യനായ അള്ളാഹുവിൽ ഞാനിത് അഭയം തേടി വരുന്നു. അപ്പൊ 3 സിഫത്ത അള്ളാന്റെ. 1 റബ്ബുൻ നാസ്, 2 മലിക്കുൻ നാസ്, 3 ഇലാഹുൻ നാസ്. ഇലാഹ്, മലിക്ക്, റബ്ബ്, 3 സിഫത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ആ സിഫത്തിന്റെ ഉടമയായ റബ്ബിങ്കലേക്ക് ഞാൻ ഇത് അഭയം തേടി ചെല്ലുന്നു. അപ്പൊ അത്രയും വലിയ അഭയം ആവശ്യമുള്ള ഒരു വിഷയമാണത്. എന്തിനാ അഭയം? മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, വസ്വാസുകാരനായ ശൈത്താനിൽ നിന്നുള്ള അഭയം തേടിക്കൊണ്ടാണ്. അപ്പൊ അത് അങ്ങേയറ്റം ഗുരുതരമായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവത്തിലുള്ള വിഷയമാണ്. അൽ വസ്വാസ് എന്ന് പറഞ്ഞാൽ അൽ ശൈത്താൻ എന്നാണ് അർത്ഥം. അൽ ഖന്നാസ് എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു പോകുന്നവൻ എന്നാണ് അർത്ഥം. അതായത് മനുഷ്യന്റെ മനസ്സിൽ എന്തോ ചില കാര്യങ്ങളെ കുറിച്ച് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അത് അവന്റെ പണി. അപ്പോഴാണ് ശൈത്താനാകുന്നത്, അപ്പോഴാണ് വസ്വാസാകുന്നത്. മനുഷ്യന്റെ മനസ്സിലാണ് ആരുടെ പണി? ശൈത്താന്മാരുടെ പണി, പുറത്തല്ല. അപ്പൊ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ നല്ല ഒരു കാര്യത്തെ കുറിച്ച് മോശമായ ധാരണ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് നല്ലതാണെന്ന് ധാരണ ഉണ്ടാക്കുക. അപ്പൊ ആൾ ആശയക്കുഴപ്പത്തിലായില്ലേ. എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്തുകൂടാ എന്നതിനെ കുറിച്ച് ബോധമില്ലാത്ത ഒരവസ്ഥ ഇത്തരം ആളുകൾക്ക് വരും. പിന്നെയോ അതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ഹന്നാസ്, പിന്തിരിഞ്ഞു പോവുകയും ചെയ്യും. എപ്പോഴാ പിന്തിരിഞ്ഞു പോവുക? എപ്പോഴാണോ അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ഉണ്ടാകുന്നത് അവിടെ അവന് സീറ്റില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഏതൊരു മനസ്സിലാണോ ഉള്ളത് ആ മനസ്സിൽ ആർക്കിടല്ല. ഈ ഹന്നാസിന് ഇടമില്ല, ഈ വസ്വാസിന് ഇടമില്ല. അല്ലദീ യുവസ്വിസു, അവൻ ദുർബോധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഫീ സുദൂരിന്നാസ്, മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ. അപ്പൊ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ ദുർബോധനങ്ങൾ ഉണ്ടാക്കുകയും എന്നിട്ട് ദിക്ർ വരുമ്പോൾ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന സകലമാന ശൈത്താന്മാരിൽ നിന്നും അല്ലാഹുവേ ഞാനിതാ നിന്നിൽ അഭയം തേടുന്നു
എന്ന് അള്ളാഹുവിനോട് അഭയം തേടേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇറക്കിയതാണ് അള്ളാഹു താല ആ ആയത്ത്. എന്നിട്ട് ആ കൂട്ടത്തിൽ രണ്ടു കൂട്ടർ പറയുന്നു, മീനൽ ജിന്നതി വന്നാസ്. ഒന്ന് ജിന്ന് വർഗത്തിൽപ്പെട്ടവർ. അത് നമ്മൾ ഈ പറഞ്ഞ കൂട്ടം നമുക്ക് കണ്ണോണ്ട് കാണാൻ പറ്റാത്ത ജിന്ന് വർഗത്തിൽപ്പെട്ട ചില ശൈത്താന്മാരുണ്ട്. വന്നാസ്, മീനൽ ജിന്നതി വന്നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ മനുഷ്യൻ ശൈത്താന്റെ അതേ പണി ചെയ്യുന്നവരായ ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. ശൈത്താൻ എന്ത് ദുർബോധനാണോ ഉണ്ടാക്കുന്നത് അതേ പണി മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കാൻ മനുഷ്യന്മാരോട് ഒത്തുകൂടി അവനോട് ചങ്ങാത്തം കൂടി ഇബ്ലീസിന്റെ പണിയെടുക്കുന്ന മനുഷ്യന്മാരുണ്ട്. രണ്ട് കൂട്ടരിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടണമെന്നാണ് അള്ളാഹു താല കൽപ്പിക്കുന്നത്. ഇനി എന്തൊക്കെ ശൈത്താന്റെ പണി? അള്ളാഹു സ്വർഗത്തിൽ നിന്നും ശൈത്താൻ പുറത്താക്കിയ സന്ദർഭത്തിൽ ശൈത്താൻ അള്ളാഹുവിനോട് പറയുന്നൊരു വാചകമുണ്ട്. എന്താണ് ആ വാചകം എന്നറിയോ? ഓന്റെ പണിയൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. വല ഉദില്ലന്നഹും, ഞാൻ അവരെ ആദമിന്റെ സന്തതികളെ വഴികേടിലാക്കും. വഴികേട് എന്തിനാ വഴികേടിലാക്കണം? ശരിക്കും വഴി ഉണ്ടാകണല്ലോ. ആ വഴി ആര് പറഞ്ഞ? അള്ളാഹുവും അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരും പഠിപ്പിച്ചു തന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടുള്ള യഥാർത്ഥ ഹിദായത്തിന്റെ മാർഗത്തിൽ തെറ്റിക്കുക. അത് ഞാൻ ചെയ്തുകൊണ്ട് വല ഉദില്ലന്നഹും. രണ്ടാമത്തത് വല ഉമന്നിയന്നഹും, ഞാൻ അവരുടെ മനസ്സിൽ മോഹങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ ശൈത്താന്റെ പണിയാണത്. ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങൾ ചെയ്തിട്ട് അതുകൊണ്ട് ഇന്ന ഫലങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് ഒരാളെ മനസ്സിൽ മോഹം തോന്നിയാൽ എന്താ? അവന്റെ പിന്നാലായിട്ട് പോകും. അല്ല, മനസ്സിന്റെ മോഹത്തിന്റെ പ്രത്യേകത. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരായ ആളുകളെ നിങ്ങൾ കണ്ടില്ലേ? മനസ്സിലൊരു മോഹമാണ്. ആ മോഹത്തിന്റെ പിന്നാലെ അങ്ങോട്ട് പോവുക. ഈ പ്രാവശ്യം 300 രൂപയുടെ ടിക്കറ്റ് എടുത്ത ഒരു വ്യക്തി, അങ്ങനെ 25 കൊല്ലം ടിക്കറ്റ് എടുത്ത വ്യക്തി 26ാമത്തെ കൊല്ലം ആദ്യത്തിൽ തന്നെ 400 രൂപയുടെ വേറെ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു. എന്താണ്? ഓന്റെ മോഹാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാവും ഇങ്ങനെയാവും, അങ്ങനെ പോവാണ്. തനിച്ച ഹറാമായ ഒരു സംഗതി ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ മോഹം കയറി കഴിഞ്ഞാൽ മനുഷ്യൻ ഏതറ്റം വരെയും പോകും എന്നതാണ്. അത് ആര് കൊടുക്കുന്നതാണ്? വല ഉമന്നിയന്നഹും, മനുഷ്യന്റെ മനസ്സിൽ മോഹമുണ്ടാക്കി കൊടുക്കുക. പിന്നെയോ വല ആമുറന്നഹും, അവരോട് നാം കൽപ്പിക്കുക തന്നെ ചെയ്യും. ഫലയുബത്തിക്കുന്ന ആദാനൽ അൻആം, കന്നുകാലികളുടെ ചെവികൾ അവർ കീറുന്ന. അതായത് പഴയ കാലത്ത് മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ ചില മൃഗങ്ങളെ അവരുടെ വിഗ്രഹങ്ങളുടെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് നേർച്ചയാക്കാറുണ്ട്. അങ്ങനെ നേർച്ചയാക്കുന്ന ജീവികളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കാത് കീറുക എന്നൊരു ഏർപ്പാട് അവർക്കുണ്ടായിരുന്നു. അത് ആര് പറഞ്ഞു കൊടുക്കുന്ന? ശൈത്താൻ പറഞ്ഞു കൊടുക്കണം. വല ആമുറന്നഹും, ഞാൻ അവരോട് ഇങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്താൽ ഇന്ന ഫലങ്ങൾ ഉണ്ടാകാനുണ്ട്. അള്ളാഹ് പറഞ്ഞതാണോ? അല്ല. ഖുർആനിലുള്ളതാണോ? അല്ല. ഈ ശൈത്താൻ ഉപദേശിച്ചു കൊടുക്കുന്നത് അങ്ങനെ തന്നെ ചെയ്യാണ്. പിന്നെയോ വല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കും. ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അള്ളാഹുവിന്റെ ഖൽഖിനെ അവർ വികൃതമാക്കും. അള്ളാഹു എന്തിനാ സൃഷ്ടിച്ചു വെച്ചത്? ആ സൃഷ്ടിച്ച ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അതിനെ ഉപയോഗിച്ചാൽ അത് പ്രകൃതി വിരുദ്ധമായ കാര്യമായി. പ്രകൃതി വിരുദ്ധങ്ങളായ കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുന്ന ആരാണ്? ശൈത്താനാണ്. ഉദാഹരണത്തിന് അള്ളാഹു താല നമ്മൾ കന്നുകാലികളെ തന്നു. എന്തിനാ തന്നത്? കന്നുകാലികളെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ. അത് വലിയ സമ്പത്താണ്. നമുക്ക് വിൽക്കാം, വാങ്ങാം, അതിന്റെ മാംസം നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ അതിന് കന്നുകൂട്ടാൻ ഉപയോഗിക്കാം, വണ്ടി വലിക്കാൻ ഉപയോഗിക്കാം, വാഹനങ്ങളായി ഉപയോഗിക്കാം. ഇങ്ങനെ പല ആവശ്യങ്ങളും ഇത്തരം കന്നുകാലികളെ കൊണ്ടും അതുപോലെയുള്ള മൃഗങ്ങളെ കൊണ്ടും ഉപകാരമായി അള്ളാഹു താല നിശ്ചയിച്ചതാണ്. അതിനൊന്നും അത് ഉപയോഗിക്കാൻ പാടില്ല. അത് നേർച്ചയാക്കാനുള്ളതാണ്. അതിന്റെ മാംസം കഴിക്കാൻ പാടില്ല എന്നൊരാൾ പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധമായ ഒരാശയം സ്ഥാപിക്കലാകുന്നു. അങ്ങനെയെല്ലാം നിങ്ങൾ കൂട്ടിക്കാം. അള്ളാഹു താല സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കി തന്ന മനുഷ്യർ ഭൂമിയിൽ വെളിച്ചുണ്ടാകാനും ചന്ദ്രനാണെങ്കിൽ കാലം നിശ്ചയിക്കാനും മാസം നിശ്ചയിക്കാനും ഒക്കെയുള്ള ഉപാധിയായിക്കൊണ്ടാണ്. കല്ലിന് എന്തിനായി തന്നത്? അത് നമുക്ക് മതില് കെട്ടാനും അതുപോലുള്ള പല ആവശ്യത്തിനും വേണ്ടിയാണ്. എന്നാൽ അതേ സാധനത്തെ കല്ല് കൊണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കി കഴിഞ്ഞാലോ അത് പ്രകൃതി വിരുദ്ധമായ ഒരാശയത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ആകാശത്തുള്ള സൂര്യനെയും ചന്ദ്രനെയും ഒരാൾ ആരാധിക്കുന്നുവെങ്കിൽ അള്ളാഹു താല എന്തിനു വേണ്ടി സൃഷ്ടിച്ചൊരു വിരുദ്ധമായ കാര്യത്തിന് വേണ്ടി അത് ചെയ്യിപ്പിക്കുകയാണ്. ഇതാരാ ചെയ്യിപ്പിക്കുന്നത്? ശൈത്താൻ ചെയ്യിപ്പിക്കണം. വല ആമുറന്നഹും, അവരോട് ഞാൻ കൽപ്പിക്കാം. അപ്പൊ അള്ളാന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ പല കാര്യങ്ങൾ ദുനിയാവിൽ നടക്കുന്നു. ആ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആരിലൂടെ നടക്കുന്നത്? ശൈത്താന്റെ ഉപദേശങ്ങളും അവന്റെ വസ്വാസുകളും വഴി സംഭവിക്കുന്നതാകുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നു, വമൻ യത്തഖിദ് ശൈത്താന വലിയ, ആരാണോ ശൈത്താനെ തന്റെ ഉപദേശകനാക്കുന്നത്, ആരാണോ ശൈത്താനെ തന്റെ ആത്മമിത്രമാക്കുന്നത്, തന്റെ കൈകാര്യകർത്താവാക്കുന്നത്, ഒക്കെ ശൈത്താൻ പറഞ്ഞനുസരിച്ച് ഇങ്ങനെ പോവുകയാണെ. നമ്മളെ ഈ കാര്യങ്ങളൊക്കെ ഉപദേശിച്ച് കൊണ്ടുപോകുന്ന പണിയാണ് ഇവനുള്ളത്. അങ്ങനെ ആരെങ്കിലും ശൈത്താനെ വലിയാക്കിയാൽ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ. അപ്പൊ നമ്മളെ വലിയാരാണ്? അള്ളയാണ്. ഇന്നമാ വലിയക്കുമുല്ലാഹ്,
നിങ്ങളുടെ വലിയ അള്ളയാണെന്നാണ്. അള്ളയാണ് വലിയാകേണ്ടത്. അള്ളാന്റെ സ്ഥാനത്ത് ഈ ശൈത്താന്മാരെയും ശൈത്താന്മാരുടെ ഔലിയാക്കന്മാരെയും ആരെങ്കിലും വലിയാക്കിയാൽ ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീനാ, അവൻ അങ്ങേയറ്റം വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അവൻ എന്താ നിങ്ങളോട് ചെയ്യുന്നത്? യഇദുഹും, നല്ല വാഗ്ദാനങ്ങൾ തരുന്നു, ഇല്ലാത്ത വാഗ്ദാനങ്ങൾ. വയുമന്നീഹിം, അവർക്ക് നല്ല നല്ല മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. വമാ യഇദുഹും ശൈത്താനു ഇല്ലാ ഗുറൂറാ, തീർച്ചയായും മനുഷ്യന് ശൈത്താൻ കൊടുക്കുന്ന ഉപദേശങ്ങൾ, അവന്റെ വാഗ്ദാനങ്ങൾ വഞ്ചനയല്ലാതെ അല്ല, തീർത്തും വഞ്ചനയായിരിക്കും. നമ്മളെ മനസ്സിൽ നല്ലത് തോന്നിപ്പിക്കുക, നല്ലത് ചെയ്യിപ്പിക്കുക, നല്ലതാണെന്ന് വിചാരിച്ചിട്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അതിന്റെ ഫലം എന്താ? നമ്മൾ നരകത്തിലെത്തി കഴിഞ്ഞാലോ ആ കരീന അവിടെ ഉണ്ടാവില്ല. ഞാനും അവനോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞവൻ കയ്യോ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവനാണ് ഏറ്റവും കൊടിയ വഞ്ചകൻ. അതുകൊണ്ടാണ് എല്ലാ വഞ്ചകന്മാരായ ശൈത്താന്മാരിൽ നിങ്ങൾ രക്ഷപ്പെട്ടോ എന്ന് പറയാൻ കാരണം. അപ്പൊ ഇതൊരു ഗൗരവപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഇതൊന്നും അന്ധവിശ്വാസത്തിന്റെ പട്ടികയിൽപ്പെടുത്തി ആരും ഒഴിവാക്കി പോകേണ്ടതില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ നേരെയാക്കാൻ, നമ്മുടെ ചുറ്റുപാടും നമ്മളറിയാതെ നിലനിൽക്കുന്ന സംഗതികളെ കുറിച്ച് നമ്മൾ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു, ഈ ശൈത്താനായ ഈ ദുർബോധകന്റെ ഈ പറയുന്ന സംഗതിയിൽ അവൻ ആധിപത്യം ഉണ്ടാകൂല. അലല്ലദീന ആമനു, ശരിയായ വിശ്വാസം ഉൾക്കൊള്ളുകയും വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ ശരിയായി പരമർപ്പിക്കുകയും ചെയ്യുന്നവന് ആധിപത്യം ഉണ്ടാവില്ല എന്നാ. അവരുടെ മേൽ ആധിപത്യം ഉണ്ടാവില്ല. എല്ലാ മനുഷ്യന്റെ പിന്നാലെയും ശൈത്താനുണ്ട്. അവനെ വഴിവെപ്പിക്കലാണ് അവന്റെ ഉദ്ദേശം. പക്ഷെ ആ ശൈത്താന് ആധിപത്യം ചെലുത്താൻ കഴിയില്ല. ശരിയായ ഈമാൻ ഒരാളെ കയ്യിലുണ്ടാവുക. ഈമാൻ മാത്രം പോരാ, എന്ത് പ്രശ്നം വന്നാലും ഈ വഴിയിൽ നിന്ന് വഴി തെറ്റുന്ന പ്രശ്നമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, തഖ്വയുള്ള, ഭരമർപ്പിക്കുന്ന മുതവക്കിലീങ്ങളായ ആളുകൾക്ക് ഒരു സ്വാധീനവും ചെലുത്താൻ അവന് കഴിയില്ല എന്ന് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്ന എന്തിനാണ്? നിങ്ങൾ തഖ്വയുള്ളവരാവുക, നിങ്ങൾ മുതവക്കിലീങ്ങളാവുക, ഭരമർപ്പിക്കുന്നവരാവുക, ശരിയായ ഈമാനുള്ളവരാവുക എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മാ റആക ശൈത്താനു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ആഖർ. യാ ഉമർ, ഉമറേ, നീ ഒരു വഴിയിൽ പ്രവേശിക്കുന്നത് ശൈത്താൻ കണ്ടാൽ, മാ റആക ശൈത്താനു സാലികൻ ഫജ്ജൻ, നീ ഒരു വഴിയിലേക്ക് സഞ്ചരിക്കുന്നതായി ശൈത്താൻ കണ്ടാൽ, ഇല്ലാ സലക ഫജ്ജൻ ആഖർ, ആ ശൈത്താൻ വേറെ വഴിയിലൂടെ പോകും, എന്റെ വഴിയിലൂടെ പോകില്ല. നിന്നോടടുക്കാനും നിന്നെ കീഴ്പ്പെടുത്താനും ആർക്ക് കഴിയുന്നില്ല? ശൈത്താൻ കഴിയുന്നില്ല. അകന്നു ജീവിക്കാനാണ് ശൈത്താൻ ആഗ്രഹിക്കുന്നത്. നീ ഒരു വഴിയിലാണെങ്കിൽ വേറെ വഴി കൂടെ പോകണമെന്ന് ശൈത്താൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ഈമാനും തഖ്വ എന്ന് പറയുന്നത്. ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി ഈമാന്റെ ശക്തിയാണ്. നല്ല മുതവക്കിലീങ്ങളാവുകയും ചെയ്യുക എന്നാണ്. അത് ആർക്കുണ്ട്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകമായി അത് എടുത്തു പറയാൻ കാരണം. അതുകൊണ്ട് ശൈത്താന്റെ കെണിയിൽ പെടാതെ നമ്മൾ സൂക്ഷിക്കുക. നമ്മളുടെ ലക്ഷ്യം സ്വർഗമാണ്. സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ശൈത്താന്റെ വഴി പിൻപറ്റിയാൽ പോകില്ല. ശൈത്താൻ മാർഗതടസ്സം ഉണ്ടാകുന്നതിന് അതിജീവിച്ചു പോകാൻ നമുക്ക് പറ്റിയെങ്കിലേ നമ്മുടെ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യം നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നതാണ് പ്രത്യേകമായി പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ലലാലത്തുകളിൽ നിന്നും വഴികളിൽ നിന്നും രക്ഷപ്പെട്ട് ശരിയായ രീതിയിൽ സ്വർഗം പ്രാപിക്കുന്നവരായ യഥാർത്ഥ മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ